സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചില കാര്യങ്ങളിൽ ചില സൂചികകളിൽ നമ്മൾ മുൻപന്തിയിലാണ്. പക്ഷേ മറ്റു ചിലതിൽ നമ്മൾ ഇനിയും എത്താനുണ്ടെന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മൾ എങ്ങനെ എത്തും എന്നുള്ളത് ഡോക്ടറോട് പറഞ്ഞതുപോലെ ഇന്ന് എന്ത് അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് നാളെ നമ്മൾ ചർച്ചയാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും എങ്ങനെയൊക്കെയാണ് ഈ ഇപ്പോൾ വീട്ടിൽ പ്രസവം നടന്ന സംഭവം അടക്കമുള്ള വിഷയങ്ങൾ ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ കേരളം മത്സരിക്കേണ്ട അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തേണ്ട മറ്റ് സംസ്ഥാനങ്ങളോടെ അല്ല. ഒന്നാമത്തെ കാര്യം, ഓരോ സംസ്ഥാനവും വ്യത്യസ്തമാണ്. ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ മികച്ച ഭരണാധികാരികളെയും IAS-കാരെയും മന്ത്രിമാരെയും എല്ലാം കൂടെ കൊണ്ട് ബീഹാറിൽ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആരോഗ്യം കേരളം പോലെ ആകില്ല. അതിന് ഓക്കെ, ബീഹാറിൻ്റെ ആരോഗ്യം അവിടുത്തെ നമ്മളെക്കാൾ മോശമായിരിക്കുന്ന അവിടുത്തെ മനുഷ്യർ മോശമായതുകൊണ്ടുമല്ല, അവിടുത്തെ സാഹചര്യങ്ങൾ, മനുഷ്യരുടെ വിദ്യാഭ്യാസം, സർക്കാരുകളുടെ സംവിധാനങ്ങൾ, കാലാവസ്ഥ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഭരണ സംവിധാനം, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു ജനതയെ സൃഷ്ടിക്കുന്നത്, ജനതയുടെ ആരോഗ്യം സൃഷ്ടിക്കുന്നത്. അപ്പോൾ കേരളത്തിന് നമുക്ക് ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസവും സ്ത്രീ വിദ്യാഭ്യാസമൊക്കെ. അപ്പോൾ അതുപയോഗിച്ചിട്ട് തന്നെ നമ്മൾ പുറകോട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങളെ പ്രത്യേകിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ പ്രമേഹ രോഗികൾ കേരളത്തിൽ കൂടുതലാണ്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ മനുഷ്യർ മോശമായതുകൊണ്ടല്ലേ, നമ്മുടെ ജീവിത രീതികളിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ അമ്മമാരുടെയോ അപ്പൂപ്പന്മാരുടെയൊക്കെ തലമുറയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് അധ്വാനിക്കുന്നവർ, യാത്ര ചെയ്യുന്നവർ, അപ്പോൾ ഒരുപാട് കായിക അധ്വാനം ഒരുപാടുള്ള മനുഷ്യരാണ്. അവർ എത്ര ചോറ് തിന്നിരുന്നു, അത്ര മരിച്ചിന് തിന്നിരുന്നു, എത്ര പായസം കുടിച്ചു, ഇതൊക്കെ നമ്മളിപ്പോഴും തുടരുകയാണ്. അതേസമയം നമ്മൾ 1/2 കിലോമീറ്റർ പോലും നമ്മൾ നടക്കാതെ നമ്മൾ വാഹനം ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ കായിക അധ്വാനം കുറയുന്നുണ്ട്, പിന്നെ ഇരുന്നുള്ള ജോലികൾ കൂടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഭക്ഷണക്രമത്തിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ചോറൊക്കെ സദ്യക്കൊക്കെ കഴിക്കുന്നുണ്ട് കഴിഞ്ഞാൽ മറ്റ് പല രാജ്യങ്ങളിലും ചോറ് ഉപയോഗിക്കുന്നത് കണ്ടുള്ളവർക്ക് ചിലപ്പോൾ ഭയമാവും, അല്ലെങ്കിൽ അവിടുത്തുകാർ കണ്ട ഭയമാവും. നമ്മുടെ കറികളുടെ വലിപ്പത്തിലാണ് പല രാജ്യങ്ങളിലും ചോറെടുക്കുന്നത്. പക്ഷേ നമ്മൾ പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. നമുക്ക് ഒരു കാലത്ത് ദാരിദ്ര്യം ഉണ്ടായിരുന്നതിൻ്റെ പിന്നെ ചില സാമൂഹിക സാഹചര്യങ്ങൾ. അപ്പോൾ മനുഷ്യന് ഇത്രയും ചോറിൻ്റെ ആവശ്യമുണ്ടോ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ ഒറ്റയടിക്ക് മാറ്റാനും പറ്റില്ല, കാരണം ഇത്രയും വില കുറച്ച് ഇത്രയും വയറ് നിറയ്ക്കാൻ പറ്റുന്നൊരു സാധനവും വേറെയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഇടപെടലുകളുണ്ട്. നമ്മുടെ മാറിയ സാഹചര്യത്തിൽ നമ്മുടെ ആഹാര രീതിയിൽ വ്യത്യാസം വരണം. പിന്നെ ഒരുപാട് എവിടെ നോക്കിയാലും ബേക്കറികളും ഫാസ്റ്റ് ഫുഡും അത്തരം കാര്യങ്ങൾ, ഇതൊന്നും മോശമെന്നല്ല പറയുന്നത്. അപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഹോം ഡെലിവറി വരുമ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ആശ്വാസമാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേക സാഹചര്യം എന്തൊക്കെ പറഞ്ഞതൊക്കെ സ്ത്രീകളുടെ ജോലിഭാരമായിട്ട് മാറുകയാണ്. അപ്പോൾ ചില ഗുണങ്ങളുള്ളപ്പോൾ തന്നെയും ഇത്രയും നമ്മൾ കൺസ്യൂം ചെയ്യണോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ അപ്പോൾ അത് ഭക്ഷണത്തിൻ്റെ രീതി, അല്ലെങ്കിൽ പ്രമേഹം പോലുള്ള അസുഖങ്ങളുടെ രീതി. പിന്നെയുള്ളതാണ് നമ്മുടെ ഈ ആത്മഹത്യാ പ്രവണതകൾ. അപ്പോൾ അത് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുള്ള മേഖലയാണത്. അപ്പോൾ അതൊരു പ്രത്യേക കാരണം കൊണ്ടൊന്നും പറയാൻ പറ്റില്ലെങ്കിലും, പക്ഷേ ഇതിന് അനുകൂലമാകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഒരു കാരണം നമ്മൾ ഈ ന്യൂക്ലിയർ ഫാമിലി, അണുകുടുംബങ്ങളായിട്ട് മാറുന്നതിൻ്റെ പ്രത്യേകതകളുണ്ട്. പഴയതുപോലുള്ള വലിയ കുടുംബങ്ങളില്ല, വിഷയങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് തലമുറകൾക്കാളില്ല. ഇപ്പോൾ നമ്മൾ 80 വയസ്സ് കഴിഞ്ഞ് ഒരുപാട് അമ്മമാരും അച്ഛന്മാരും വീടുകളിൽ ചിലർ ഒറ്റയ്ക്കാണ്, വിധവയാണ് ആയിട്ടുള്ളവർ ഒറ്റയ്ക്കായിരിക്കാം. അപ്പോൾ അവരുടേതായ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അവരുടെ മക്കളെന്ന് പറയുന്നത് വേറെ നാടുകളിൽ വേറെ രാജ്യങ്ങളിലൊക്കെ ജീവിച്ച് 1-2 വർഷം കൂടുമ്പോൾ വരുന്നവരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മാസങ്ങൾ കൂടുമ്പോൾ വരുന്നത്. അവരവിടെ ഒറ്റപ്പെടുമ്പോൾ അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഇവരുടെയൊക്കെ മക്കളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലരും പല രാജ്യങ്ങളിലായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കൃത്യമായൊരു 3 തലമുറയെങ്കിലും വീടുകളിൽ ഉണ്ടായിരിക്കുകയും അവർ വ്യത്യസ്തരായിട്ട് ജീവിക്കുകയും ഇതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വിശദമായിട്ട് പഠിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കേരളത്തിൽ നമ്മൾ പുരുഷായുസ് 75 എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീയുടേത് 79-80 വയസ്സാണ്, പുരുഷൻ്റെത് 73ആണ്. 6-7 വയസ്സിൻ്റെ വ്യത്യാസം പുരുഷൻ സ്ത്രീയും തമ്മിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരേ പ്രായക്കാർ വിവാഹം കഴിച്ചാൽ പോലും ഒരു ഭർത്താവില്ലാതെ ഒരു സ്ത്രീ ഒരു 8 വർഷം ജീവിക്കേണ്ട അവസ്ഥ സമപ്രായക്കാർ കല്യാണം കഴിച്ചാൽ പോലും ഉണ്ട്. കേരളത്തിലെ സാഹചര്യത്തിൽ ഒരു 4-5 വയസ്സിന് താഴെയുള്ള സ്ത്രീയാണ് പുരുഷന് വിവാഹം കഴിക്കുന്നത്, തിരിച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോൾ ഒരാലോചിച്ചാണ്, അപ്പോൾ സ്ത്രീ ഒരു 10-12 വർഷം ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടത്, അതും പ്രായാധിക്യം വരുമ്പോഴാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന രോഗങ്ങൾ നമുക്കറിയാവുന്ന, എല്ലാ വീടുകളിലും 80 കഴിഞ്ഞ പലരും കിടക്കയിലാണ്, അല്ലെങ്കിൽ കിടപ്പ് രോഗികളാണ്. നമ്മൾ ആയുർദൈർഘ്യം കൂടുതലെന്നാണ് പറയുന്നത്, പക്ഷേ ഇവർക്കൊക്കെ ക്വാളിറ്റിയുള്ള ജീവിതമുണ്ടോ? ഞാനും അനുഭവിച്ച് കടന്നുപോയ ഒരാളാണ്. 80 വയസ്സ് കഴിഞ്ഞ് അമ്മ രോഗിയായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം ചിലവാക്കിയാൽ മാത്രമേ ക്വാളിറ്റിയുള്ള കെയർ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അച്ഛന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുണ്ടാക്കുന്ന സമ്മർദ്ദം, ഇങ്ങനെ ഒരുപാട് കേരള സമൂഹം ഡെമോഗ്രാഫിക്കായിട്ടും എപ്പിഡമിയോളജിക്കായിട്ടും രോഗങ്ങളുടെ കാര്യത്തിലും പണ്ട് സാംക്രമിക രോഗങ്ങൾ വന്ന് ആളുകൾ വേഗം മരിച്ചു പോകുമായിരുന്നു. അവിടെ നിന്ന് ആളുകൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ക്യാൻസർ വരുന്നത്. ഇപ്പോൾ കുട്ടികൾക്കും ക്യാൻസർ വരാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് പ്രമേഹം വരാമെന്നൊക്കെ പറയുമ്പോൾ പോലും
മനുഷ്യർ മറ്റ് പകർച്ചവ്യാധികൾ വരാതെ 70-80 വയസ്സ് വരെ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കും മരണത്തിന് കാരണങ്ങളുണ്ടാണ്. അതാണ് ഈ ക്യാൻസറായിട്ടും ജീവിതശൈലി രോഗങ്ങളായിട്ടും പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ ആരോഗ്യരംഗത്തെ ഉടച്ചു പാർക്കുക. അല്ലെ 2025 2050 കേരളം അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കുമെന്ന് നേരത്തെ കണ്ടുകൊണ്ട് അതിന് പ്രതിവിധികൾ ഉണ്ടാകുന്ന രീതിയിൽ ഒരു കൂട്ടായ പരിശ്രമം, അത് ഗവൺമെൻറ് മാത്രം ഉത്തരവാദിത്വമൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ യുവജന സംഘങ്ങളുടെയും മെഡിക്കൽ രംഗത്തുള്ള പ്രസ്ഥാനങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അടുത്ത 25 വർഷത്തേക്കുള്ള, നേരത്തെ രാജീവ് പറഞ്ഞതുപോലെ നാളത്തെ പ്രശ്നം ഇന്ന് നമ്മൾ വിത്തിടുകയാണ്. അപ്പോൾ അവിടെയാണ് ഇടപെടൽ വേണ്ടത്.